ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ശരിക്കും ഹാപ്പിയാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവും കൊണ്ട് ഇന്ന് എനിക്ക് 1000 സബ്സ്ക്രൈബർ ആയിട്ടോ. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. മുൻപോട്ട് കൂടെ ഉണ്ടാവണേ. അങ്ങനെ എനിക്കും ഇപ്പോൾ ഒരുപാട് കൂട്ടുകാരായി. അതിൻ്റെ സന്തോഷം ഇന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഒരുപാട് കൂട്ടുകാരുള്ള ഒരു വലിയ ഫാമിലി ആവാൻ സഹായിക്കണേ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സിമ്പിൾ വിഭവമാണ് ഓലപ്പൊക്കോട. വരൂ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് പൊട്ടുകടല, 1 കപ്പ് കടലമാവ്, കുറച്ച് ഉപ്പ്, കുറച്ച് ബട്ടർ, കുറച്ച് എണ്ണ, അയമോദകം, കറുത്ത എള്ള്, പിന്നെ 1 സ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. അത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നല്ല കളർ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തോളൂ. ഞാൻ ഈ പൊട്ടുകടല നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, വറുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പച്ചയ്ക്ക് തന്നെയാണ് ഞാനത് വൃത്തിയാക്കി ഞാനതിനെ നന്നായി പൊടിച്ച് ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ദീപാവലിക്ക് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ പറയുകയും വേണം. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഞങ്ങളുടെ നാട്ടിലില്ലേ ഈ അരിച്ചെടുക്കുന്ന വട്ടത്തിലുള്ള അരിപ്പയ്ക്ക് ചല്ലട എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴെല്ലാവരും അരിപ്പ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷെ പണ്ട് കാലത്ത് അതിനെ ചല്ലട എന്ന് പറഞ്ഞിരുന്നു. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എന്താ അതിന് പറഞ്ഞിരുന്ന പേരെന്ന്. ഇതിനെ എന്തുകൊണ്ടാണ് ഓലപ്പൊക്കോട എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഓലയുടെ ഷേപ്പിലായത് കൊണ്ടായിരിക്കാം, അതോ അതിൻ്റെ ക്രിസ്പിനെസ് കൊണ്ടായിരിക്കാം. എന്തായാലും പാലക്കാടിൻ്റെ അതിരുകൾ കടന്ന് തമിഴ്നാട്ടിൽ നിന്നുമാണ് ഈ പലഹാരത്തിൻ്റെ വേരുകൾ നമ്മളുടെ കേരളത്തിൽ എത്തിയത് എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലും ഇതിനെ ഓലപ്പൊക്കോട അല്ലെങ്കിൽ റിബൺ പൊക്കോട എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതെല്ലാ ചേരുവകളും ഒന്നിച്ച് ചേർത്ത് ഞാൻ കുറേശ്ശെ വെള്ളമൊഴിച്ച് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായി കുഴച്ചെടുക്കണം. നമ്മളെ ചപ്പാത്തിക്കുള്ള അതേ പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓലപ്പൊക്കോട ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് എപ്പോഴും ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പാലക്കാടിൻ്റെ പാരമ്പര്യവും തമിഴ്നാടിൻ്റെ സ്വാദും കലർന്ന ഈ പലഹാരം നിങ്ങളും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. 15 മിനിറ്റ് പോലും നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തരില്ല. ഈ പ്രാവശ്യം ദീപാവലിക്ക് ഉണ്ടാക്കുന്ന പലഹാരത്തിൽ ഒന്നിതാവട്ടെ. ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സിമ്പിൾ ചില പലഹാരങ്ങൾ, ദീപാവലിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ. ഇപ്പോൾ ഈ മാവെല്ലാം നല്ല മൃദുവായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. നല്ല മധുരമുള്ള ഒരു ചായയുടെ കൂടെ ഇതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തോളൂ കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു. എല്ലാവരും അത് അവിടെ നിന്ന് വാങ്ങി കഴിക്കുമായിരുന്നു. പക്ഷെ അന്ന് എനിക്കറിയില്ലായിരുന്നു അതിലുള്ള ഈ പൊരികടല കൂടി ചേർത്തുന്നത് കൊണ്ടാണ് അതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ആണ് അത് ഞാനും മനസ്സിലാക്കിയത്. ഇപ്പോൾ ഞാൻ അതേ ടേസ്റ്റിൽ ഞാൻ തന്നെയാണ് വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരണമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിലുണ്ടാക്കൂ കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറുമുറേന്ന് കുറിക്കാൻ പറ്റുന്ന പൊക്കവട നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങളും ചിലപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും വീട്ടിലുണ്ടാക്കുന്നത്. എന്നാലും നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതുപോലെയാണോ എന്നൊക്കെ കമൻറ്റിലിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ചൂടായ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്ത് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടു. അപ്പോൾ നല്ല മണമാണ്. അപ്പോൾ നോക്കൂ, എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് പറയൂ കേട്ടോ. അങ്ങനെ പാലക്കാടിൻ്റെ പാരമ്പര്യവും തമിഴ്നാടിൻ്റെ സ്വാദം കലർന്ന ഈ പലഹാരം നിങ്ങളും ഉണ്ടാക്കി നോക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോയുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്നോട് ഇതുവരെ തന്ന സ്നേഹം മുൻപോട്ടും ഉണ്ടാവണം. കൂടെ കൂട്ടാൻ മറക്കരുത് കേട്ടോ. ബൈ.